ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക്. ചർച്ചാ സെഷനുകൾ അവസാനിച്ചു. ഒരേ സമയം 3 വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. പ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ ദേവസ്വം ബോർഡ് രേഖാമൂലം ശേഖരിച്ചു. അല്പസമയത്തിനകം ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളെ കാണും. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. പ്രവീൺ പുരുഷോത്തമൻ, എന്തായാലും പമ്പാ തീരത്ത് പ്രൗഢോജ്വലമായൊരു തുടക്കമായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായത്. അതിനുശേഷം 3 സെഷനുകളായിട്ട് നടന്നു. ഈ ചർച്ചകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി എന്താണ് നടപടികൾ? ആഗോള അയ്യപ്പ സംഗമം അത് പമ്പയിൽ നടന്നത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. 3 സെഷനുകളായിട്ട് 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനപ്പെട്ട വേദിയിലാണ്. ഇവിടെയാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നത്. അതിൽ ഭാവിയിൽ എങ്ങനെ ഈ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാമെന്ന് സംബന്ധിച്ച് പ്രതിനിധികൾ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സർക്കാർ പ്രതിനിധികളുമൊക്കെ അക്കാര്യം വളരെ വിശദമായി തന്നെ കേട്ടു. അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ശബരിമലയിലെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് മറ്റൊരു വേദിയിലാണ് അത് നടന്നത്, ആ ഒരു ചർച്ച നടന്നത്. അതിൽ പ്രധാനമായും ADGP ശ്രീജിത്ത് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. കാരണം 1 ലക്ഷത്തോളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അത് നിയന്ത്രിക്കുന്ന പോലീസ് സേനയ്ക്ക് എത്രമാത്രം കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് പോലീസ് സേന അത് നിയന്ത്രിക്കുന്നത്, ഭാവിയിൽ കൂടുതൽ ഭക്തർ വരുമ്പോൾ എങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയും, തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നെ സംബന്ധിച്ച ചർച്ചകളാണ് നടന്നത്. പിൽഗ്രിം ടൂറിസം സെന്റർ അത്തരത്തിലുള്ള ചർച്ചകളും വ്യക്തമാണ്. എന്തായാലും ചർച്ചാ സെഷനുകൾ അവസാനിച്ചിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകി.